ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തേങ്ങ അരച്ചൊരു ചെമ്മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ചെമ്മീൻ കറി ഉണ്ടാക്കാനായി ഈ ഒരു വലുപ്പത്തിലുള്ള പുളി 1/2 കപ്പ് വെള്ളം ചേർത്ത് കുതിരാൻ വെക്കാം. പുളി കുതിരുന്ന സമയത്ത് നമ്മൾക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. മൺചട്ടിയിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ 2 പച്ചമുളക്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇവ വഴന്നു വരുമ്പോൾ അതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞത്, 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. തക്കാളി ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് അധികമുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1 സ്പൂൺ, കുറവാണെങ്കിൽ നമുക്ക് 1.5 വരെ ചേർക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുമ്പോൾ നേരത്തെ എടുത്തു മാറ്റി വെച്ച പുളിയുടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കറിക്ക് എത്ര ഗ്രേവി വേണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് പുളി വേവാനായി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ശേഷം അതൊന്ന് അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം. ചെമ്മീൻ വേവുന്ന ഈ സമയം കൊണ്ട് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയെടുക്കാം. അതിലേക്ക് ഒരു 3-4 ചെറിയുള്ളി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അതിനുശേഷം അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച ശേഷം 3-4 കറിവേപ്പിലയും ചേർത്ത് നമുക്ക് വറവിട്ട് കൊടുക്കും. അപ്പോൾ ചോറിൻ്റെയും പുട്ടിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല തേങ്ങ അരച്ച ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് ഹൈപ്പും കൂടെ തന്നേക്കണേ. താങ്ക് യു.